നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടർ ലോകത്തെ രണ്ട് രാജാക്കന്മാരെ കുറിച്ചാണ്. വിൻഡോസും മാക് ഒഎസും. ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കായി സിസ്റ്റം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒന്നാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ വിൻഡോസിനെ കുറിച്ച് പറയാം. ആദ്യമായി വിൻഡോസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാം. ഗെയിമിങ്ങിനും ഹാർഡ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനും വിൻഡോസ് ആണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നത്. മാക് ഒഎസിനെ കുറിച്ച് പറയാം. ഇനിയും ആപ്പിൾ മാക് ഒഎസിലേക്ക് വന്നാൽ അതൊരു പ്രീമിയം അനുഭവമാണ്. വളരെ ലളിതമായ യൂസർ ഇന്റർഫേസും മികച്ച സുരക്ഷയുമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ആപ്പിൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിരിക്കും. പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റർമാർക്കും ഗ്രാഫിക് ഡിസൈനർമാർക്കും മാക് ഒഎസ് ഒരു പ്രിയപ്പെട്ട ചോയ്സ് ആണ്. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈനൽ കട്ട് പ്രോ FCP ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് മാക് ഒഎസ് തന്നെ വേണം. എന്നാൽ പ്രീമിയർ പ്രോ ഡാവിഞ്ചി റിസോൾവ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിലും മാക്കിലും അത് മികച്ച രീതിയിൽ വർക്ക് ചെയ്യും. പക്ഷേ റെൻഡറിങ് സ്മൂത്തിലും സ്റ്റെബിലിറ്റിയിലും പലപ്പോഴും മാക് ഒഎസ് ഒരു പടി മുന്നിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി കാരണമെന്ന് പറയുകയാണെങ്കിൽ ഒപ്റ്റിമൈസ് ആണ്. ചുരുക്കം പറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ ഓപ്ഷനുകൾ വേണമെന്നുള്ളവർക്ക് വിൻഡോസ് തിരഞ്ഞെടുക്കാം. എന്നാൽ ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല. മികച്ച ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസും സിസ്റ്റം ഹാങ് ആകാത്ത അവസ്ഥയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാക് ഒഎസ് തന്നെയായിരിക്കും മികച്ചത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുമല്ലോ.